ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിജോസ് ട്രാവൽ വ്ലോഗ്. ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മുംബൈയിലെ ചരിത്ര പ്രസിദ്ധമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയെക്കുറിച്ചും ഹോട്ടൽ താജിനെ കുറിച്ചുമാണ്. ഇന്ത്യയിലെ മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ സൗത്ത് മുംബൈയിൽ അറബിക്കടലിൻ്റെ തീരത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു കമാന സ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1911 ഡിസംബറിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി കിരീടധാരണം നടത്താൻ ഇംഗ്ലണ്ടിൽ നിന്നും കിങ് ജോർജ് ഫൈവും ക്യൂൻ മേരിയും ഇന്ത്യയിൽ വന്നതിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ചതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 16-ാം നൂറ്റാണ്ടിലെ ഗുജറാത്തി വാസ്തുവിദ്യയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്തോ സെറാസിനിക് ശൈലിയിൽ അഥവാ ഹിന്ദു മുസ്ലിം വാസ്തുവിദ്യയുടെ സംയോജന ശൈലിയിൽ ബസാൾട്ട് കല്ലിൽ 26 മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ചതാണ് ഈ സ്മാരക കമാനം. 1947 ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം ഇന്ത്യ വിട്ടുപോയ അവസാനത്തെ ബ്രിട്ടീഷ് സൈന്യമായ സമസ്റ്റർ ലൈറ്റ് ഇൻഫൻട്രിയുടെ ഫസ്റ്റ് ബറ്റാലിയൻ 1948 ഫെബ്രുവരി 28 നടന്ന ഒരു ചടങ്ങിന്റെ ഭാഗമായി 21 ഗൺ സല്യൂട്ട് നൽകി ബ്രിട്ടീഷ് രാജിന്റെ അവസാനത്തെ സൂചന നൽകിക്കൊണ്ട് ഈ ഗേറ്റ് വേയിലൂടെ തന്നെ കടന്നുപോയി. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ജസ്റ്റ് ഓപ്പോസിറ്റായി ഹോട്ടൽ താജ് നമുക്ക് കാണാൻ സാധിക്കും. 1903 ടാറ്റ ഗ്രൂപ്പ് സ്ഥാപകനായ ജംഷഡ്ജി ടാറ്റയാണ് ഹോട്ടൽ താജ് നിർമ്മിച്ചത്. അക്കാലത്ത് ബ്രിട്ടീഷേഴ്സിന് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ബോംബെ വാട്സൺ ഹോട്ടലിൽ അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഹോട്ടൽ നിർമ്മിക്കപ്പെട്ടത്. 1914 മുതൽ 18 വരെ നടന്ന ഫസ്റ്റ് വേൾഡ് വാറിൽ ഈ ഹോട്ടൽ 600 ബെഡുകളുള്ള ഒരു ഹോസ്പിറ്റലായി കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മെസപ്പൊട്ടോമിയൻ ക്യാമ്പിൽ നിന്ന് വന്ന മുറിവേറ്റ പട്ടാളക്കാരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്.